ഹായ് ഫ്രണ്ട്സ്, ഒരിടവേളയ്ക്ക് ശേഷമുള്ള ഒരു യാത്രയാണ്. ഇത്തവണ മൂന്നാറിലേക്കാണ് യാത്ര. മൂന്നാറിലെ പോതമേട് എന്ന് പറഞ്ഞ വ്യൂ പോയിൻറ്റിനടുത്തുള്ള കൂടാരം എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലേക്കാണ് നമ്മൾ യാത്ര പ്ലാൻ ചെയ്യുന്നത്. ഇത്തവണ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കൊളീഗ്സാണ്. ഈ കൂടാരത്തിലേക്ക് എത്താൻ മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരമുണ്ട്. യാത്രയിലുടനീളം മഴയായിരുന്നു അന്നത്തെ ദിവസം. പക്ഷേ മൂന്നാറിലെത്തിയപ്പം ആ ക്ലൈമറ്റ് മാറി, നല്ല കോട ഇറങ്ങിയ ഒരു കാലാവസ്ഥയായിരുന്നു അന്ന് വൈകുന്നേരം. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തി. കൂടാരം താമസിക്കുന്നു. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാനുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 3 മണിയായപ്പോഴത്തേക്കും ഇവിടെ ചെക്ക് ഇൻ ചെയ്തതാണ്. ഇപ്പോൾ ജസ്റ്റ് ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയാണ്. ഇവിടെ ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 4:30 കോടമഞ്ഞിങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു വല്ലാത്തൊരു വൈബാണ്. നമ്മൾ ഒരു റൗണ്ട് ഈ ഒരു പ്രോപ്പർട്ടി ചുറ്റി ഏകദേശം ഞാൻ ഇവിടെ എത്തി. നമ്മൾ ടെൻറ്റുകളൊക്കെ ഏറ്റവും മുകളിൽ കാണാൻ പറ്റും. ഭയങ്കര മഞ്ഞും മഴയാണ്. ശരിക്കും അതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ നടന്നു. ഇനിയിപ്പോൾ അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് അവർ പറയുന്നുണ്ട്. മിസ്റ്റ് ഡാൻസ്, പിന്നെ ക്യാമ്പ് ഫയർ, പിന്നെ അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് അല്ലാതെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പം സെക്കൻഡ് ഡേ ആണ്. രാവിലെ ഏകദേശം ഒരു 6:30 മണിയായി. ടെൻറ്റിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കണ്ടത്. ഒരു രക്ഷയില്ല, നല്ല കിഡു വ്യൂ ആണ്. നമ്മൾ രാവിലത്തെ ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ടക്കറിയായിരുന്നു. പിന്നെ നമുക്ക് ഒരു കടുംചായ, കറുവപ്പട്ടയൊക്കെ ഇട്ട് ഒരു കടുംചായ, നല്ല ഒരു എനർജി ആയിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിപ്പം ടെൻറ്റിലേക്ക് വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് ചെക്കൗട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കൂടാരത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഞങ്ങൾ 7 പേരാണ് വന്നത്. 7 പേർക്ക് നമ്മൾ 4 ടെൻറ്റാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. 4 ടെൻറ്റിന് ഒരു ടോയ്ലറ്റ് അവർ നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് അറേഞ്ച് ചെയ്തു. അപ്പോൾ അതിന് ചാവി നമ്മുടെ തരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മളത് അൺലോക്ക് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഏത് സമയത്തുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ടെൻറ്റിൻ്റെ തൊട്ടടുത്തുള്ള അടുത്താണ് ആ ടോയ്ലറ്റ് വരുന്നത്. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്.
നല്ല ഗാർഡനിങ് ആണ് ശരിക്കും എടുത്ത് പറയേണ്ടത്. കുറേ നല്ല ഫ്ലവേഴ്സൊക്കെ ഞാൻ കണ്ടു. നീറ്റാണ്, നല്ല ക്ലീനാണ്. അതുപോലെ തന്നെ ക്ലൈമറ്റ് നല്ല സൂപ്പർ ക്ലൈമറ്റാണ്. ഇപ്പോൾ ഈ ടെൻറ്റിൽ നിന്നുള്ള വ്യൂ തന്നെ നമുക്ക് നല്ല വ്യൂ ആണ്. ഇപ്പം നമ്മുടെ ടെൻറ്റിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് വെള്ളച്ചാട്ടമാണ് നമ്മുടെ വ്യൂ. തൊട്ടപ്പുറത്തെ ആണെങ്കിൽ നമുക്ക് നല്ല ഒരു ലോങ് വ്യൂ അപ്പുറത്തെ ടെൻറ്റിന് സൈഡിൽ നിന്ന് കിട്ടും. മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് ആണ്, നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഏറ്റവും എടുത്തു പറയേണ്ട കപ്പിൾസിനായാലും ഫാമിലിക്കായാലും ബാച്ചിലേഴ്സിനായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടാവുന്ന ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ടെൻറ്റ് ലൈഫ് ശരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ട്രാവൽ പാക്കേജ് നമുക്ക് സജസ്റ്റ് ചെയ്തത് ഐ എം ദ ട്രാവലർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ട്രാവൽ പാക്കേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.